ഏകീകൃത കുർബാന സീറോ മലബാർ സഭയുടെ സിനഡ് വർഷങ്ങളുടെ നീണ്ട ചർച്ചകൾക്കും പഠനത്തിനും ശേഷം മാർപ്പാപ്പയുടെ അനുമതിയോടെ ആശീർവാദത്തോടെ എല്ലാ രൂപതകളിലും ബലിയർപ്പണം ഏകീകൃതമായിരിക്കാൻ തീരുമാനമെടുത്തു. 10,000 പുരോഹിതർ ഉള്ളതിൽ 15 മുതൽ 20 പേർ മാത്രം ഒരു കാരണവുമില്ലാതെ ആരാധനാക്രമം പരിഷ്കരിക്കുന്നതിനെതിരെ പെട്ടെന്ന് രംഗത്ത് വരുന്നു. അവരുടെ ലക്ഷ്യം ഈ തീരുമാനത്തിലെത്താൻ സഭയുടെ സിനഡിന്റെ നടപടികളെ കുറിച്ചല്ല, അന്നത്തെ കർദിനാളിന്റെ നിലപാടുകളെ കുറിച്ചും സഭ നടത്തിയ ഭൂമി കച്ചവടത്തിൽ ഉണ്ടായ പാകപ്പിഴകളെ കുറിച്ചുമായിരുന്നു. ആരാധനാക്രമവും കർദിനാളും ഭൂമി വിൽപ്പനയും തമ്മിൽ എന്തു ബന്ധമാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒരു ബന്ധവുമില്ല. പക്ഷേ തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംശയിക്കപ്പെടാതെ വന്നപ്പോൾ ചില അതൃപ്തിയും അമർഷവുമുള്ള കുറച്ചു പുരോഹിതർ ഇത് തന്നെ തരമെന്ന് മനസ്സിലാക്കി കുർബാന പരിഷ്കരണം തെറ്റായ രീതിയിലാണ് നടപ്പിലാക്കുന്നത് എന്ന് പറഞ്ഞു. സിനഡ് തീരുമാനത്തെ അട്ടിമറിക്കാനും സഭയെ പ്രതിസന്ധിയിലാക്കാനും തീരുമാനിച്ചു. അതിന് ആക്കം കൂട്ടിയത് സിനഡിലെ തന്നെ ചില പിതാക്കന്മാർ സഭയെ യൂദാസിനെ പോലെ ഒറ്റിക്കൊടുക്കാൻ തയ്യാറായതുകൊണ്ടാണ്. സിനഡിന്റെ നടപടികളെ കുറിച്ചും തീരുമാനങ്ങളുടെ പുറകിൽ ഐക്യത്തോടെ നിൽക്കണമെന്ന അവരുടെ പ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായും പിതാക്കന്മാരും സഭാവിരുദ്ധരായ പുരോഹിതരോടൊപ്പം ചേരുകയാണ് ഉണ്ടായത്. ഇപ്പോൾ സഭയെ കൂടുതൽ വിഷമസന്ധിയിലാക്കാൻ ഇതേ പിതാക്കന്മാരും പുരോഹിതരും ചേർന്ന് അവരുടെ ഇഷ്ടപ്രകാരം ഇല്ലിസിറ്റ് കുർബാനയും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ സിനഡ് തീരുമാനിച്ച ഏകീകൃത കുർബാനയും ഒരേ ആൾക്കാരിൽ അർപ്പിക്കാൻ അനുവദിക്കാമെന്ന് സമവായം കൊണ്ടുവന്നു. ഇപ്പോൾ സീറോ മലബാർ സഭ ഒരു നാടനില്ലാ കളരി മാതിരി ഒരു കൂട്ടം വൈദികരുടെ കൈപ്പടിയിൽ അമർന്നു കഴിഞ്ഞു. മേജർ ആർച്ച് ബിഷപ്പും അതിരൂപത അധ്യക്ഷനും വെറും നോക്കുകുത്തുകളും ഈ ക്രിമിനൽ വൈദികരുടെ കയ്യിലെ പാവകളുമായി മാറി. ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ സഭ അംഗീകരിച്ച് ഏകീകൃത കുർബാന അർപ്പിക്കാൻ വേണ്ടി നട്ടം തിരിയുകയാണ്. വത്തിക്കാണെങ്കിലും ഇക്കാര്യത്തിൽ ഒരു നല്ല തീരുമാനം എടുത്തിരുന്നെങ്കിൽ എന്ന് വിശ്വാസികൾ ആശിച്ചു പോകുന്നു. ഈ ക്രിമിനൽ വൈദികരുടെ പിടിയിൽ നിന്നും സഭയെയും വിശ്വാസികളെയും രക്ഷിക്കണമേ എന്നാണ് അവർ നിത്യവും പ്രാർത്ഥിക്കുന്നത്.